ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു അമ്മ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതുവസമല്ലേ, അപ്പം നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് എനിക്ക് കടയിൽ പോകണം. അപ്പോൾ സിന്ധു കുളിക്കുമോ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സിന്ധുവിന് ഞാൻ ചെറിയ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സർപ്രൈസ് അല്ല, ഇത് നമ്മൾ അവിടെ ഒരു ഗോൾഡായിരുന്നു. അപ്പം നമുക്കൊരു ആവശ്യം വന്നപ്പോൾ നമ്മളത് പണയം വെച്ചാണ് 50,000 രൂപയ്ക്ക് പണയം വെച്ചാണ്. അപ്പോൾ ഇന്നലെ എനിക്കൊരു ഓണച്ചട്ടി ഉണ്ടായിരുന്നു. ഓണച്ചട്ടി കഴിഞ്ഞ ദിവസം കിട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പൈസ കൂടെ വേണമായിരുന്നു. അതിൻ്റെ കൂടെ സ്വരൂപിച്ച് ഉടനെ അറിഞ്ഞില്ല. അപ്പോൾ ഞാനതെല്ലാം കൂടെ സ്വരൂപിച്ച് ഇന്നലെ 52,500 രൂപയായി ഇതെടുത്തപ്പോൾ. അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി കുളിച്ചിട്ട് വരുമ്പോൾ ഇതങ്ങ് കൊടുക്കാം, 1-ാം തീയതി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഇതായിക്കോട്ടെ. അപ്പം നമുക്കൊന്ന് നോക്കാം, കുളിച്ചൊന്ന് നോക്കാം. സിന്ധുവിനെ വിളിക്കാം. സിന്ധുവേ, എന്തോ കുളിച്ചോ? കുളിച്ച് ഓടി എനിക്ക് പോണം. അല്ലല്ല, മണ്ണ്. ഇത് കഴിഞ്ഞു. ഇത് നിന്റെ വളവ് ഞാൻ മേടിച്ച് പോലെ അത് 52,000 രൂപയ്ക്ക് ഇന്നലെ എടുത്തേ. അപ്പോൾ അത് കൊടുത്തു. ഇനി നമുക്ക് സന്തോഷം. നീ ഇടയ്ക്ക് പണയം വെക്ക. ഞാൻ ഈ സാധനം പണയം നമുക്ക് അത്യാവശ്യം നമുക്ക് വെച്ചാൽ ഞാൻ എല്ലാം പണയം വെക്കുന്നത്. ഞാൻ ഒരു ഞങ്ങളുടെ ആവശ്യം പണയം വെച്ചാൽ 52,000 രൂപ വെച്ചോ. 2.25 മാസമായി. അപ്പോൾ 2,500 രൂപ പലിശയായി. അയ്യോ, രാവിലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത് കിട്ടിയ ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. രാവിലെ അമ്പലത്തിൽ പോയിട്ട് കുളിക്കുമായിരുന്നു. തോർത്തില്ല, ചേട്ടൻ്റെ വിളി കേട്ട് ഓടി വന്ന. അപ്പൊ എനിക്ക് പോകണ്ടേ, എനിക്ക് പോകാറായി. അപ്പൊ അവിടുന്ന് വിളി സന്തോഷമായി. ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഇടാല്ലേ. അപ്പൊ താങ്കി 4 വർഷം ഓടുവാണ് കേട്ടോ. ശ്രീകോട്ടൻ്റെ വിളി വന്നേ. ഞാൻ കുളിക്കാൻ കയറിയില്ലേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല കഥ കേട്ട് ചേട്ടായി അങ്ങ് പൊക്കോളൂല്ലോ. അതുകൊണ്ട് ഞാൻ കുളിക്കാൻ കയറി. ചേട്ടായി എന്നോടൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാ സംഭവം അറിയത്തില്ല. ഇത് തരാൻ വേണ്ടി കേട്ടോ. എൻ്റെ ഒരു വലിയ സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ചേട്ടായി പോയി കേട്ടോ. ചേട്ടായി രാവിലെ നേരത്തെ കുളിച്ചത്. ചേട്ടായി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച്. ഇപ്പം നമുക്ക് ഈ ഒരു പൂവേ ഉള്ളൂ കേട്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടായി ആ പൂവൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ എൻ്റെ ഈ മാതാവിന് കത്തിക്കാൻ തിരി കൊണ്ട് തന്നിട്ട് പറഞ്ഞു, എടി മാതാവിന് കൊണ്ട് തിരിയും കത്തിക്കണം കേട്ടോ. നാളെ അമ്പലത്തിലും പോയിട്ട് മാതാവിന് കൊണ്ട് തിരിയും കത്തിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ പോകുമ്പം ലാമ്പ് മറന്നു പോയതെന്ന് ഓർത്തുകൊണ്ട് ടീപ്പോയെ തന്നെ വെച്ചതാണ്. അപ്പം വേണ്ടേ, എന്നാ പറഞ്ഞാലും ഭയങ്കര ഒരു സന്തോഷമായിപ്പോയി. രാവിലെ ഇന്ന് 1 കേട്ട് ഇരട്ടി 10 രൂപ പറഞ്ഞോടക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. കൈനീട്ടവും കിട്ടി. അതിൻ്റെ ഒപ്പം എൻ്റെ വളമണനായിരുന്നു, അതും എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കിട്ടിയതായിരിക്കും. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമായി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കൃഷ്ണൻ്റെ ഭഗവാന്റെ ഒക്കെ അടുത്തെല്ലാവരും പ്രാർത്ഥിച്ചോ. ഗണപതി ഭഗവാനൊക്കെ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. കണ്ടോ ഇരിക്കുന്നേ. ഇത് കണ്ടോ, പുറത്തുനിന്ന് വരുന്നവർക്ക് മണം ഓടിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചേക്കുന്നതാണെന്ന് തോന്നിയത്. കണ്ടോ, എൻ്റെ മണിപ്ലാന്റൊക്കെ കരിഞ്ഞു പോകും. ദൈവത്തെ ഓർത്ത് ഇവിടെ കൊണ്ട് കുത്തി വെക്കരുതെന്ന് ഞാൻ പറയാം. പെരയ്ക്കകത്തൊരു കുറേ വെക്കും, എന്നിട്ട് അകത്തോട്ടും കൂടെ കുറേ വെക്കും. അപ്പോൾ ജെറ്റ് പോകുന്നു രാവിലെ. കണ്ടോ, ജെറ്റ് പോകുന്നുണ്ടോ. അപ്പം മുറ്റത്തെ ഒരു രാവിലത്തെ കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോരായിട്ട് റെഡി ആയതാണ് കേട്ടോ. ചേട്ടായി എന്നാ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ കുളിക്കാൻ കയറിയായിരുന്നു. ബാത്റൂം ഇറങ്ങി വന്നപ്പോൾ എന്തോ വർത്താനം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടായി ശ്രീകുട്ടൻ പോകാൻ കറക്റ്റ് സമയത്ത് വിളിക്കും. ചേട്ടൻ്റെ കൂടെ കടയിലുള്ളൊരു കൊച്ചാട്ടോ. അപ്പം അവൻ വിളിച്ചതായിരിക്കും, അവനോട് ഫോണിൽ സംസാരിക്കുന്നതായിരിക്കും ഓർത്ത്. എന്നിട്ട് എന്നോട് ഇവിടെ വരെ വരാൻ പറഞ്ഞതുകൊണ്ടോ കഥ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിരിക്കും ഞാൻ വന്നപ്പോഴാണ് ക്യാമറ ഒക്കെ ഓണായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് സർപ്രൈസ് ആയിട്ട് എടുത്തുകൊണ്ട് തരാനായിരുന്നു. ഇത് കണ്ടോ, പണയം വെച്ചടുത്തുനിന്ന് എടുത്തുകൊണ്ട് തരാനായിരുന്നു കേട്ടോ. 50,000 രൂപയ്ക്ക് സിന്ധുസുരിൽ. അയ്യോ മതി. അപ്പം എന്തായാലും ഇത് ചിട്ടിയ കാര്യങ്ങൾ എന്തോ ചേർന്നുകൊണ്ട് എടുത്താണ്. ഇനി കണ്ണനോട് കൂടെ ബാക്കി പൈസ കടം പിടിച്ച് കാണും. എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിൽ തോന്നുന്നു അത്രയല്ല. ഇത്രയും പൈസ കൈവരാൻ ചാൻസ് ഉണ്ടോ അറിയത്തില്ല. അല്ല എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുപോക്കുണ്ടെങ്കിൽ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും കണ്ണനോടാണ് ഇപ്പോൾ മേടിക്കുന്നത് ചേട്ടാ കേട്ടോ. അപ്പോൾ എന്തായാലും മേടിച്ചോണ്ട് തന്നല്ലേ കൈ ഇട്ടേക്കാം അല്ലേ. ചേട്ടായിക്ക് ഒരു സാധനം വിൽക്കുന്നതോ പണയം വെക്കുന്നതോ അങ്ങനെ ഒന്നും ഉള്ള കാര്യം ഇഷ്ടമില്ല കേട്ടോ. എപ്പോഴും ഉള്ള സാധനങ്ങളിട്ട് ഒരുങ്ങി വൃത്തിക്ക് നടക്കുന്നതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഇതേ വാച്ച് കിട്ടുമായിരുന്നു. ഞാൻ 2-3 മാസം 6 ആയതോളം തോന്നി ഇത് പണയം വെച്ചിട്ട്. അപ്പോൾ എപ്പോഴും പറയായിരുന്നു കൈ ഈ അല്ലാത്ത സമയത്തൊക്കെ വീഡിയോയ്ക്ക് അതിലൊക്കെ കാണുമ്പോഴേ കയ്യെ വളയിലായിട്ട് അഴുക്കാതെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും വള കിട്ടിയിട്ടുണ്ട്. വലിയ വള ഇടുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടവും ഇല്ല. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറെ വള കൂടെ തന്നെ നമ്മൾ മേടിച്ചതില്ലേ, ചേട്ടായി മേടിച്ചിട്ട് തന്നില്ലേ, അതുണ്ട്. പക്ഷെ അതെനിക്കിങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഈ ഇതെല്ലാം ഉടക്കും.
അതിൻ്റെ ഒരു വർക്ക്. അതുകൊണ്ട് ഞാൻ വല്ല വിശേഷത്തിനോ എവിടെയെങ്കിലും പോകുമ്പോഴോ മാത്രം അപൂർവം ചിലപ്പോഴേ ഇടാറുള്ളൂ. ഇതാണ് എനിക്ക് ഒരു പ്രശ്നമില്ല, കുഞ്ഞിതാണ് താനും ഒതുങ്ങി കിടക്കുകയും ചെയ്യും, ഒന്നിനും തടസ്സവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റത് ഇടാതിരുന്നത്. പക്ഷെ അമ്മൂൻ്റെ കുഞ്ഞിൻ്റെ ഇതിന് ഞാൻ മറ്റേ എടുത്തിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നോട് ചോദിക്കും ചേട്ടാ അത് നിനക്ക് ഇട്ടായിരുന്നു, അത് നിനക്ക് തന്നെ. പക്ഷെ അത്രയും വലുത് ഇട്ടുകൊണ്ട് എനിക്കത് തന്നെ അല്ലാതെ ഈ ഉടക്കുന്നതുകൊണ്ട് ഒരു ഇഷ്ടമില്ല. എല്ലാത്തിലും ഇങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കുന്നു, ഷാളയിലും സാരിയിലും ഡ്രസ്സിലും നെറ്റിലും ഒക്കെ ഉടക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഒരു വർക്കിൻ്റെ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ട് ചക്കര ചേട്ടായി. ഒരു സാധനം ഒരു മുതൽ നമ്മൾ നശിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ, നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഓടിക്കൊണ്ടേ പണയം വെച്ച് നമുക്ക് കാര്യം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമായി ഇന്ന് ന്യൂ ഇയർ ആയിട്ട്, ഒത്തിരി രാവിലെ സന്തോഷമായി. ഭഗവാന്റെ വിളക്കൊക്കെ കത്തിച്ച് ഇനി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ കെടുത്തിയിട്ട് അമ്പലത്തിലും പോയി മാതാവിൻ്റെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ചിട്ട് വരാം. ചേട്ടാ എന്നാ എടുത്തേക്കുന്ന ഇൻട്രോ ആണോ, എന്നാ കാര്യമാണ് എടുത്തേക്കുന്നത്, അതോ ഇത് മാത്രം പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്ത് ഇന്ന് വരെ സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്തിട്ടില്ലെന്നല്ലോ. അപ്പോൾ എന്നാ എടുത്തേക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും എടുത്തേക്കുന്ന എന്താണേലും ഞാനത് അതേപടി വീഡിയോ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സന്തോഷം നിറഞ്ഞ വീഡിയോ ആണ്, ആരും മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണ്ടോ. തന്നെ സജിക്ക് മണ്ണ് ഇറക്കുന്നുണ്ട് കേട്ടോ. അവിടെയെല്ലാം കുഴി മാതിരിയായിരുന്നു, എവിടെയെങ്കിലും വീട് പണിയുന്നിടത്തോ അല്ലെങ്കിൽ സിറ്റിയിൽ എവിടെയെങ്കിലും മണ്ണ് എടുക്കുന്നതായിരിക്കുമേ. അപ്പം ഈ മണ്ണ് ഇറക്കുന്നുണ്ട് സജി. അപ്പാപ്പനൊക്കെ അവിടെ നിൽപ്പുണ്ട് ഉണ്ടോ. ഞാൻ പറഞ്ഞിട്ടിറങ്ങി. ഇന്ന് രാവിലെ നല്ല ദിവസമാണ് കേട്ടോ, നല്ല ഐശ്വര്യമുള്ള ദിവസം. എന്നാന്നറിയോ, വെട്ടവും വിളിച്ചും മൂടലും ഒന്നുമില്ല, നല്ല ഐശ്വര്യമായിട്ടുള്ളൊരു ദിവസമാണ്. അവരെല്ലാം ഭയങ്കര കുഴിയാണ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ. അപ്പോൾ കുഴിയെല്ലാം നിറയ്ക്കണ്ടേ, അതിന് വേണ്ടി മണ്ണ് ഇറക്കുക കേട്ടോ. കണ്ടോ, അയ്യോ ഇതൊക്കെ കാണുമ്പോൾ ഈ പിള്ളേരുടെ ഒരു സ്വഭാവമുണ്ട് ഇടയ്ക്കിരിക്കും കേട്ടോ. JCB ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അറിയാണ്ട് നിന്നു പോവും. ഇത് ഇത് രാവണൻ്റെ വണ്ടിയാണ്. അടിപൊളി. കയറിപ്പോന്നു. അതിൽ കൂടുതൽ കയറത്തില്ല. അവിടെ വലിയൊരു കുഴിയുണ്ട്, കെട്ടിയേക്കുന്ന അവിടോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതിൽ കൂടുതൽ പോകത്തില്ല. ഇച്ചിരി കയറ്റാവോ എന്ന് ചോദിച്ചെന്ന് തോന്നുന്നു സജിയെ. അതിൽ കൂടുതലൊക്കെ കയറണ വലിയ പാടാ. അല്ല ആദ്യമേ കൊണ്ടുപോയിട്ടത് അതിൽ കൂടുതൽ കയറിയല്ല. ഇനി മറിച്ചിടാൻ പോവായിരിക്കും. കണ്ടോ, അയ്യോ ഞാൻ വീഡിയോ എടുത്തിട്ട് നിന്ന് കഴിയുമ്പോൾ എനിക്ക് സമയം പോകും. പള്ളിയിൽ ഒന്നും മാതിരിയല്ലോ, അമ്പലത്തിൽ സഭയ്ക്ക് അടയ്ക്കും. 8 മണി കഴിഞ്ഞു. കണ്ടോ മറിച്ചിരുന്ന കണ്ടോ, അടിപൊളി. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് കേട്ടോ. നമ്മുടെ ഉപ്പുതറ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നു, നെയ്വിളക്ക് എടുത്തു. കണ്ടോ മഞ്ചാടിക്കുരുവൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ഇതേ പിന്നെ അയ്യപ്പസ്വാമീനെ പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല സീസണല്ലേ, അപ്പോൾ ഇവിടെ വെച്ചായിരിക്കും കെട്ടുന്നടയും കാര്യങ്ങളും ഒക്കെ. ശാന്തി വർത്താനമൊക്കെ പറഞ്ഞു, സന്തോഷമായി, പ്രാർത്ഥിച്ചു പോരുക കേട്ടോ. അപ്പം അമ്പലത്തിലൊക്കെ പോയി മാതാവിൻ്റെ അടുത്തോട്ട് കൂടെ വന്നു കേട്ടോ. ഉണ്ണീശയുടെ ഇവിടെ പെരുന്നാളാണ് കേട്ടോ, അതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രിയിലാണ് അടിപൊളിയായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അടുത്തോട്ടും കൂടെ വന്നേക്കുവാണ് കേട്ടോ. മാതാവിൻ്റെ അടുത്ത് ആരോ ഒന്ന് തിരികത്തിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇവിടെ ആരെങ്കിലുമൊക്കെ ഒന്ന് കത്തിക്കും കേട്ടോ. അത് നമുക്ക് നല്ല ഒരു ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അമ്മ മാതാവിൻ്റെ ഈ തിരുസന്നിധി. അപ്പോൾ നമുക്ക് പോയി കത്തിക്കാം. അയ്യോ രാത്രി തന്നെ സെറ്റായിരുന്നു, ഈ മരത്തേലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ലൈറ്റ്. അയ്യോ എന്നാ പറയല. അപ്പോൾ നമുക്ക് പോയി കത്തിക്കാം. ഉണ്ട് ആ കയ്യാല വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. ബീൻസൊക്കെ വളഞ്ഞ് കളഞ്ഞിട്ട് ആർക്കും വേണ്ടേ, ആരും പറിക്കാത്ത ഉണ്ടോ. ആ കയ്യാല വഴിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ. അപ്പോൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തിരിയൊക്കെ കത്തിച്ച് ഞാൻ മാതാവിനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, മാതാവിനെ കാണിച്ചു തരാം. എല്ലാ വിഷമവും ദുഃഖമുണ്ടെങ്കിലും ഈ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ചാൽ മതി, എല്ലാം അമ്മ മാതാവ് സാധിച്ചിരുന്നു കേട്ടോ. ഒരു വർഷക്കാലം മൊത്തം നമ്മളെ കാത്ത് ഒരുപാടിച്ചില്ലേ. അമ്മയോട് 1000 നന്ദിയൊക്കെ പറഞ്ഞു സ്നേഹത്തോടെ. കണ്ടോ അവിടെ എല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആ ലൈറ്റ് കെടുത്തിയിട്ടില്ല കേട്ടോ. നല്ലതായിരുന്നു, സന്ധ്യയ്ക്ക് വന്നായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്ന അവിടുന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അല്ലെങ്കിൽ ഇവിടെ വന്നതുകൊണ്ടല്ലോ മാതാവിൻ്റെ ഈ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ്. പോസിറ്റീവ് അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെയെല്ലാം ഒന്ന് പോയി കണ്ടു, ലൈറ്റൊക്കെ ഇട്ടിരുന്ന് നോക്കുന്നു കണ്ടു. അടിപൊളി സന്തോഷമായി. അമ്മ മാതാവിൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. മാതാവി കാവലായിട്ട് കൂടെ വന്നേക്കണേന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരെയും കാത്തു പരിപാലിച്ചേക്കണേന്ന് പ്രാർത്ഥിച്ചു കേട്ടോ.
ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്നാന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോകാം അല്ലേ. ഇതൊക്കെ പോയിട്ട് വന്നു കേട്ടോ. നമ്മുടെ ഭഗവാന്റെ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു. നമ്മുടെ മയിൽവാഹൻ കാര്യം അല്ലേ. അയ്യോ, എൻ്റെ പാഴ്സൽ ഞാൻ എടുത്തില്ല. ഇവരെ ഇനി കവർ ചെയ്തിട്ടിട്ടേ പെരയ്ക്കകത്തിട്ട് കയറത്തുള്ളൂ. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, എവിടെ പോയിട്ട് വന്നാലും നീറ്റാക്കി വണ്ടി ഒതുക്കി വെച്ച് എന്നാ പറയുന്നത്, ലോക്കൊക്കെ ഇട്ട് അതുകൊണ്ട് കവറൊക്കെ ചെയ്തിട്ടൊക്കെ പെരയ്ക്കകത്തിട്ട് കയറത്തുള്ളൂ കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് വന്നാൽ ഡ്രസ്സ് മാറിയേക്കാന്ന് ഓർത്ത് കയറിയതാണ് കേട്ടോ. ചിന്തുവമ്മയെന്നും പറഞ്ഞ് ദേ കയറി വന്നേക്കുന്നു. 1-ാം തീയതി ആയിട്ട് 1-ാം തീയതി ആണ്ടുപുറപ്പ് 1-ാം തീയതി കയറിയേക്കുന്ന കല്യാണിക്കുട്ടിയാണ് ഈ വർഷം. നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ, നല്ലതായിരിക്കണേ. സിന്ധുവമ്മയ്ക്കൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ. 1-ാം തീയതി ആണെന്ന് ഓർത്ത് കയറി വന്നല്ലേ, എന്നും വരുന്നവർക്ക് വന്നല്ലേ. പിന്നെ സ്കൂളിൽ പോകാത്തന്നെ വൈറ്റമിൻ കൊടുക്കണം നിനക്ക്. എവിടുന്ന്? ആശുപത്രിന്നോ? അതുകൊണ്ടാണ് ഇന്ന് സ്കൂളിൽ പോകാത്തേ. ഇത് എത്ര എണ്ണോ ഇട്ടേക്കുന്നത്? പാൻറ്, ഉടുപ്പ്, സ്വെറ്റർ, ഇത് എന്നാ ഇത്? തലമുടിയൊക്കെ എന്നാ ഈരാഞ്ഞ രാവിലെ? കുളിച്ചോ രാവിലെ? ഇല്ലേ? ഇന്ന് ആണ്ടുപുറപ്പ് വന്നാൽ മതിയാ. രാവിലെ കുളിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറയാൻ പറ്റായിരുന്നോ അമ്മയോടും അച്ഛയോടും? എന്നാ കഴിച്ച രാവിലെ? കാറ് പൊട്ടിപ്പോയോ? എന്നാ കാണിച്ചു? അയ്യോ ഷോ. ആണോ? രാവിലെ നീ എന്നാ കഴിച്ചേ? പുട്ടോ? കറി എന്നായിരുന്നു? പഴം കൂട്ടി തിന്നോ? ആണോ? അപ്പൊ കൊച്ചു രാവിലെ ആണ്ടുപുറപ്പ് 1-ാം തീയതി ആയിട്ടൊക്കെ വന്നതല്ലേ. അപ്പൊ നമുക്ക് ഒരു കുഞ്ഞി കൈനീട്ടം കൊടുക്കാം അല്ലേ. കുഞ്ഞിക്കൈ നീട്ടിക്കോ. അയ്യോ കൈ നീട്ടിരിക്കുന്നു നോക്കിയേ. അയ്യോ എൻ്റെ ദൈവമേ. എന്നാ ഇഷ്ടമുള്ള ഒരു കൈനീട്ടം കൊടുത്തരാ. ഇത് കിങ്ങിണി മോളുടെ ചോക്ലേറ്റ് ആയിരുന്നു. കിങ്ങിണി മോള് പോയില്ലേ. അപ്പൊ സിന്ധമ്മ ഇപ്പൊ രാവിലെ കഴിച്ചേക്കരുത്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറെ കഴിയുമ്പോഴേ കഴിക്കാവുള്ളൂ. അല്ലേ ലത എന്നെ ഓടിച്ചിട്ടിരിക്കും. എൻ്റെ കൊച്ചിന് എന്നും വയറുവേദനയാ. സിന്ധുമ്മ എന്തിനാ ഈ ചോക്ലേറ്റ് കൊടുത്തതെന്ന് ചോദിച്ചത്. ഇപ്പം തിന്നേക്കരുത്. വെള്ളവും കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ തിന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ സിന്ധുമ്മയുടെ കയ്യിൽ നിന്ന് വിഷുക്കൈന്ന് അല്ല 1-ാം തീയതി കഴിഞ്ഞിട്ട് ഒക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ മോൻ ഈ പ്രാവശ്യം എല്ലാം ഇഷ്ടം പോലെ കിട്ടട്ടെ കേട്ടോ. എല്ലാം കിട്ടുവേ. ഓക്കെ, എല്ലാവർക്കും ഒരു ചക്കരവും കൊടുത്തേരെ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേരെ. എൻ്റെ ദൈവമേ ഒന്ന് പറയട്ടെ. ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പള്ളിക്കൂടത്തിൽ പോയില്ലെങ്കിൽ കത്തൊക്കെ തുറക്കാൻ നോക്കിയിരിക്കും അവള് കയറി വരാൻ വേണ്ടിയേ. കിങ്ങിണി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് മാറത്തില്ല. കിങ്ങിണി ഉണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് അല്ലേ. കിങ്ങിണി ഇല്ല അങ്ങനെ വിളിച്ചോണ്ട് നിൽക്കും. അവൾ അവിടെ ഇറങ്ങിയിട്ട് കന്യാനി ചേച്ചി, കന്യാനി കന്യാനിന്ന് വിളിച്ചോണ്ട് നിൽക്കും അല്ലേ. അവളുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ. സൂപ്പറായിരുന്നോ? ആണോ? അരിഞ്ഞേട്ടായി സ്കൂളിൽ പോയോ? ആണോ? അയ്യോ, ഇനിയിപ്പോൾ അരിഞ്ഞേട്ടായി ഓർക്കും. കണ്ടോ സിന്ധുമ്മ അവക്ക് മാത്രം കൈനീട്ടം കൊടുത്തു. എൻ്റെ അമ്മേ, അവന് സങ്കടം വരുമോ? അതാ ഒരു പൈസ കൊടുത്താ അവൻ മുട്ടായി പേടിച്ചോളൂ. എങ്ങനെയുണ്ടാ ആളെങ്ങനെയുണ്ട്? അത് അവൻ വരുമ്പോൾ ഞാൻ കൊടുത്തോളാം. നിന്റെ തന്നെ എനിക്ക് നിന്നെ വിശ്വാസമില്ല. ആണോ? എൻ്റെ പൊന്നെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷങ്ങൾ കേട്ടോ. സത്യം പറഞ്ഞാലേ ഈ കുഞ്ഞുങ്ങളുള്ളത് ഒരു എനിക്ക് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. എന്നാ വർഷം പറഞ്ഞാലും പഠിത്തം ഉണ്ടെങ്കിൽ രാവിലെ പോയിട്ട് വൈകിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കയറി വരവില്ല. പഠിത്തമില്ലാതെ അവൾ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ അവൾ ഞാൻ കഥവ് തുറക്കാൻ നോക്കിയിരിക്കും, ഓടിക്കയറി വരും അല്ലേ. ഇന്ന് കഴിക്കാനായിട്ട് ഞാൻ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ചായ അങ്ങോട്ട് നല്ല ചൂടി ചായ അങ്ങോട്ട് എടുക്കാം. അടിപൊളി കണ്ടോ. ചൂട് ചായയുടെ കൂടെ എന്നാ കഴിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. പാഴ്സൽ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നു. അപ്പം ഡ്രസ്സ് മാറിയില്ല, ഷാളൊക്കെ ഒന്ന് മാറ്റിയിട്ടേ പിന്നെ കൈയൊക്കെ ഒന്ന് കൈ നീറ്റാക്കിയിട്ട് വന്നതാണ്.
ഞാൻ ചേട്ടായി കാണരുതെന്ന് ഓർത്തിട്ടുണ്ടല്ലോ. ഞാൻ ഡ്രൈവിങ് പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഒരു പിള്ളേരുടെ കടയുണ്ടേ. അപ്പോൾ അവിടുന്ന് 2 പൊറോട്ട മേടിക്കാം. അവിടെ ചേട്ടായിയൊക്കെ കാപ്പി കുടിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അവിടുന്ന് 2 പൊറോട്ട മേടിക്കാമെന്ന് ഓർത്തുകൊണ്ട് വലിയ ഗമയ്ക്ക് അവിടെ ചെന്ന് വന്നപ്പോൾ അന്ന് അവന്മാർ തുറന്നിട്ടില്ല. ആണ്ട് ഉറപ്പാന്നാ ചേട്ടാ അവന്മാർ തുറന്നിട്ടില്ല. പിന്നെ ഞാൻ പോയി നമ്മുടെ ഈറ്റാമീറ്റിൽ നിന്ന് പോയി. അവിടെ വരെ പോകണ്ടല്ലോ, ചേട്ടായി കാണണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് പമ്പി മേടിച്ച. അല്ല വഴക്കൊന്നും പറയാനായിട്ടല്ല, അവിടെ വരെ പോകണ്ട. അവിടെ വണ്ടിയുടെ തിരക്കാണ്. ഈറ്റാമീറ്റിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ എപ്പോഴും വണ്ടിയുടെ തിരക്കാണ്. ഇവിടെയാണ് ഒതുങ്ങിയ ഒരു സ്ഥലം ഒതുക്കിയിടല്ലോ. എന്നിട്ട് കറക്റ്റ് ഞാൻ വണ്ടി പിന്നെ ഇവിടെ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു ചെയ്തേ. അപ്പോൾ ചേട്ടായി നോക്കിപ്പോണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് പോയോ എന്ന് നോക്കി നിൽക്കുമായിരുന്നു തോന്നേ. അപ്പോഴത്തേനും മണി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ കട നിൽക്കുന്ന ഒരു വേറൊരു ആളുണ്ട്. പുള്ളിക്കാരൻ ദേ വരുന്നു. ഞാൻ ഈറ്റാമീറ്റിലോട്ട് കയറിയപ്പോൾ കാണിച്ചു കൊടുക്കാം. ഞാൻ മിണ്ടല്ലേ എന്ന് പറഞ്ഞു. നിനക്ക് വീട്ടിൽ എന്തൊക്കെ സാധനമുണ്ട് സിന്ധു, നിനക്ക് ഉണ്ടാക്കി കഴിക്കാൻ മേലേന്ന് ചോദിക്കും വൈകിട്ട് വരുമ്പോൾ. ചിലപ്പോൾ കളിയാക്കി തമാശന്. പിന്നെ നമ്മളെന്നും വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത്. ഇന്ന് ആണ്ട് ഉറപ്പൊന്നാം തീയതിയാണ്. അപ്പോൾ ഇഷ്ടമുള്ളൊരു സാധനം കഴിച്ചേക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്നതാ ഈടെ അമ്മ വന്നപ്പോൾ മേടിച്ചു തന്നാ കേട്ടോ. അപ്പോൾ 2 പൊറോട്ടയും മേടിച്ചു. ഇവിടെ സാമ്പാർ ഇരിപ്പുണ്ട്. രാവിലെ തന്നെ കുളിച്ചുകൊണ്ട് തൊണ്ടയ്ക്കൊരു കിശുകിശാണ് ഞാൻ കട്ടാക്കിയത്. അപ്പോൾ 2 പൊറോട്ടയും മേടിച്ചു, ഒരു മുട്ടക്കറിയും മേടിച്ചു. സാധാരണ ഞാൻ മുട്ടക്കറി അങ്ങനെ മേടിക്കുന്നതല്ല. ഇവിടെ സാമ്പാർ ഇരിപ്പുണ്ട്, പോർക്ക് കറി ഇരിപ്പുണ്ട്. അഹങ്കാരമാണോ? ഇതൊക്കെ വലിയ അഹങ്കാരമാണോ ചോദിച്ചാൽ എന്നാ പറയാനാ. ഇഷ്ടമുള്ള സാധനം നമ്മൾ ഇന്ന് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്നും കടയിൽ പോയൊന്നും കഴിക്കുന്നില്ലല്ലോ അല്ലേ. അപ്പം വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിച്ചെന്നും പറഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നും പക്ഷേ കടയിലത്തെ തീറ്റയും എന്നാ പറയുന്നത്, പണ്ടുകാരാണ് പറയുന്നത്, ഹോട്ടലിൽ തീറ്റയും മോട്ടറെ കിടപ്പും, അത് ബൈക്കിൽ കിടന്ന് ഉറങ്ങും, പിന്നെ ഫുഡ് ഹോട്ടലിൽ കഴിക്കുന്നു, അങ്ങനെയൊന്നുമില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ ആകുമ്പോൾ കുഴപ്പമുണ്ടോ. അപ്പം ചായ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. മധുരമില്ലാത്ത ചായ. എനിക്ക് പൊൻകുന്നത്ത് ഒരു ചേച്ചിക്കുട്ടിയുണ്ട് കേട്ടോ. ചേച്ചിക്കുട്ടി ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് രാത്രി 12 മണിയായപ്പോഴേ ഇട്ട് തന്നേക്കുന്ന സംഭവം എന്നാണെന്നറിയോ? ആ ഫോട്ടോ വേണം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. ഇതല്ലെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേക്കാം. എൻ്റെ അമ്മേ, മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട്, കൊതിപ്പിച്ച് കൊല്ലാൻ വേണ്ടി വെറൈറ്റി ഉണ്ടാക്കിയിട്ട് ഡൈനിങ് ടേബിൾ നിറച്ച് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടേക്കാം. അതിന് ഹാപ്പി ന്യൂ ഇയർ എന്നും കൂടെ. അപ്പം നല്ല മുട്ടക്കറിയും നല്ല പൊറോട്ടയും ആണ് കേട്ടോ. മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. വലിയ ഓവർ എരിവും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല അടിപൊളിയാണ്. ഇന്ന് സന്തോഷമായിട്ട് വളയും കിട്ടി, ഇഷ്ടപ്പെട്ട പൊറോട്ടയും കിട്ടി. അപ്പോൾ ഈ വർഷം മൊത്തം തിന്നോ എല്ലാ ദിവസവും പൊറോട്ട തിന്നോന്ന് അങ്ങനൊന്നുമില്ല കേട്ടോ. നമുക്ക് തോന്നുമ്പോൾ നമുക്ക് കൊതിയുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് വേറെ ഒന്നിനെ കുറിച്ച് കരുതി വെക്കുവോ സമ്പാദിക്കുവോ ഒന്നിൻ്റെ ആവശ്യമില്ല. ദൈവം സഹായിച്ച് അന്നന്നത്തടം നല്ല രീതിയിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുമ്പോട്ടേക്ക് പോവുക, അത്രയും മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലൊരിതുള്ളൂ. അപ്പോൾ ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞാൻ തീരുമാനിച്ചേക്കുന്ന 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കഴിച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അതിനകത്ത് മെയിനായിട്ട് ഉള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി എനിക്കും ചേട്ടായിക്കും മാത്രമായിട്ട് ജീവിക്കുക, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, ഞങ്ങൾക്കുള്ള ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുക. ഇത്രയും കാലത്തെ മാതിരിയല്ല, എല്ലാത്തിനും ഇതൊരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ സന്തോഷം കണ്ടെത്തി, നമ്മുടെ എന്നാ പറയുന്നത്, ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച്, ഇഷ്ടമുള്ള കൊച്ചു യാത്രകളൊക്കെ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകാമെന്ന്. ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് അല്ലേ. അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞിരുന്നിട്ട് ഒരു മണിക്കൂർ സമയത്തോളം കോളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നു കേട്ടോ. വിളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു, ഓരോരുത്തർ മാറി വിളിച്ചുകൊണ്ടിരുന്നു. വിഷ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ടേ. അപ്പോൾ എല്ലാവരോടും സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തു. ഇനി കിച്ചണിലോട്ട് കയറിയിട്ടില്ല, വീട്ടിലെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല. രാവിലെ ഇത് ന്യൂ ഇയർ ആയിട്ട് എല്ലാം ലേറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ പറയാൻ ലേറ്റായി, കാരണം അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേന് ഇച്ചിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വീഡിയോ ഇടാൻ. 9:30 ആയില്ലേ ഇന്ന് വീഡിയോ ഇട്ടപ്പോഴേ. അപ്പം അത് ഇച്ചിരി താമസിച്ചു പോയി. പിന്നെ അമ്മേനെ ഒന്ന് വിളിച്ചിരുന്നേരം അമ്മയോടൊന്ന് സംസാരിച്ചു. അങ്ങനെ ഇപ്പോൾ സമയം 10:30 ആയി. പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടാണെങ്കിലും എല്ലാവരെയും കണ്ടു, കുറച്ച് പേരെ കണ്ടു. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇന്ന് നമ്മുടെ മുരുകൻ്റെ ഒരു ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നു, മാട്ടുക്കട്ടയിലെ. ആ ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവിടെ പോകാം എന്നൊക്കെ വിചാരിച്ചാൽ രാവിലെ റെഡിയായത്. പക്ഷേ നിത്യപൂജ ഉണ്ടോ, ഇനിയിപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും കഴിയുമോ ഉണ്ടോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അല്ലാതെ ഞാൻ അവിടെ പോയി. മുരുകൻ്റെ ക്ഷേത്രമായിരുന്നു. അപ്പോൾ ഇനി ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് അവിടെ പോകാം കേട്ടോ. ഇന്ന് എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയായിരുന്നു കുറച്ച്.
അപ്പോൾ ഇനി ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് അമ്പലത്തിൽ പോകാം. കേട്ടോ, ആനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാട്ടുക്കട്ടെ ചെന്നിട്ട് പോകണം. എന്തായാലും ഇനി ഇടയ്ക്ക് ഒരു ദിവസം അവിടെ ആ അമ്പലത്തിൽ പോകാം. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പേരെയൊക്കെ കണ്ടു, സന്തോഷമായി. എന്നോട് പിന്നെ നമ്മുടെ അമ്പലത്തിൽ കുറേ ദിവസം കൂടിയാണ് ഇന്ന് ചെന്നത് കേട്ടോ. ഈ രാവിലെ ഈ തണുപ്പത്ത് കുളിക്കാൻ പറ്റിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വൈകിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ചേട്ടായി വരുന്ന ആ സമയം ഒരു 7-7:30 നമ്മൾ അമ്പലത്തിൽ പോയി ദീപാരാധന എല്ലാം തൊഴുതിട്ട് ഇവിടെ വരുമ്പോഴത്തേന് ആ സമയത്ത് ചേട്ടായി വരുന്ന ഇത് വെള്ളവും ചൂടാക്കി വെക്കുക അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ടും പോക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്ന് ചെന്നപ്പോഴത്തേനും നമ്മുടെ സെക്രട്ടറി ചേട്ടൻ ചോദിച്ചു, കാണുന്ന പോലും ഇല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഞാൻ ചിരിച്ചു കാണിച്ചു, അനങ്ങാതെ ചിരിച്ചു കാണിച്ചു കേട്ടോ, ഒന്നും മിണ്ടിയില്ല. പിന്നെ ശാന്തി പറഞ്ഞു മകരവിളക്കിന് 14-ാം തീയതി പിന്നെ കളഭം കൊണ്ടുള്ള അഭിഷേകമുണ്ട് ഭഗവാന്, ഒരാൾക്ക് 100 രൂപ വെച്ചാണ്, അത് ചെയ്യണം കേട്ടോ, വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 14-ാം തീയതി എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുമോ ഞാൻ പറ്റുമെങ്കിൽ വന്നേക്കാം ശാന്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ നല്ലൊരു സമാധാനവും ശാന്തിയൊക്കെ ആയിരുന്നു. ഗണപതി ഭഗവാനോടും ഒക്കെ നമ്മുടെ വിഘ്നങ്ങളും തടസ്സങ്ങളും എല്ലാം മാറ്റി തരണേ, ഇനി മുമ്പോട്ടേക്ക് നമുക്ക് ശാന്തമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു അവസരം ഒരുക്കി തരണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ തീരുമാനിച്ചെന്ന്. ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ എന്താണെന്നറിയോ, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇനി കുറച്ച് നാളത്തേക്കൊന്നും ജീവിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതായത് നമുക്കിഷ്ടമുള്ള ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കുക, ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യുക, അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള അപ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക. ആരെയും ഈയിടെ ഞാൻ ശാന്തക്കുച്ചിയോട് പറഞ്ഞേ, ശാന്തക്കുച്ചി സിന്ധു വന്നപ്പോൾ ശാന്തക്കുച്ചിയും ചുരിദാർ ഇടുന്നുണ്ടായിരുന്നു, ഞാൻ പക്ഷേ കണ്ടില്ലായിരുന്നു കേട്ടോ, ചുരിദാർ ഇട്ട് ഞാൻ കണ്ടില്ലായിരുന്നു, സാരി ഉടുത്താണ്ടേ. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ സിന്ധു ഇടിപ്പിച്ചോണ്ടല്ലേ ഇവിടെ വന്നേ. അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടത്തിമാർ 2 ചുരിദാറാക്കി ഞാൻ ജീൻസും ടോപ്പും ഇടാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അമ്മ എനിക്കൊരു ജീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തേ. അപ്പോൾ പറഞ്ഞു എന്നാ തന്നെ അടി, ഒരു കുഴപ്പമില്ല, നല്ല ഡ്രസ്സാണ്, നമുക്ക് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനൊക്കെ നമുക്ക് അവകാശമുണ്ടടി, അതൊന്നും ആരും നീ ബോധിപ്പിക്കണ്ട, ആരെയും നോക്കണ്ട, നീ ജീൻസ് ഇട്ടോടി ഇത് പറഞ്ഞു കേട്ടോ ജാതക്കുച്ചി. അപ്പോൾ വാളൂട്ടിക്ക് ഇട്ട് കൊടുത്തപ്പോൾ വാളൂട്ടി പറഞ്ഞു നല്ല സൂപ്പറാ സിന്ധു കുഞ്ഞുമ്മേ, സൂപ്പറായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്, പക്ഷേ ഈ വള്ളിച്ചെരുപ്പ് ഇടരുത്, ഷൂ കൂടെ ഉള്ളത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ അന്ന് അമ്മ എന്നെ കൊണ്ട് ഈ ഫോട്ടോ അമ്മ ഇടമേ എന്ന് പറഞ്ഞ് ഇടിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് കൊടുത്താ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പെർമിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ പെർമിഷൻ മതിയല്ലോ, നമുക്കല്ലേ ഓരോ ഡ്രസ്സ് ഇടുന്നതിനും ഒക്കെ. അപ്പം അങ്ങനെ ഈ പ്രാവശ്യം എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് വെറൈറ്റി ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ പിന്നെ എന്നാ പറഞ്ഞത്, സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സസൈസും യോഗയും ഒക്കെ ചെയ്ത് പൊണ്ണത്തടി കുറയ്ക്കണം, കുറച്ചുകൂടെ ബോഡി വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വർഷം. ഞാനതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരും. എന്നിട്ട് എന്തെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ യാത്ര പോവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആ പാലായിലെ മിഷനെ കയറാൻ പോയപ്പോഴത്തേനും നമ്മുടെ രാവിലെ വെളുപ്പിനെ എണീറ്റ് പോകേണ്ടതുകൊണ്ട് നടക്കാതെ വന്നു. അങ്ങനെയൊക്കെ മുടങ്ങി പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും വീണ്ടും നമുക്ക് പെട്ടെന്ന് കഴിച്ചില്ലേലും വേണ്ടിയല്ല പൊണ്ണത്തടി കൂടും. അപ്പോൾ അതൊക്കെ നിർത്താതെ എവിടെ പോകണമെന്ന് വെച്ചാൽ എന്നെ പോകണമെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അങ്ങനെ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ആരൊക്കെ ദ്രോഹിച്ചാലും നമുക്ക് വേണ്ടപ്പെട്ടവരായിക്കോട്ടെ വേണ്ടാത്തവരായിക്കോട്ടെ ആര് നമ്മളെ ദ്രോഹിച്ചാലും നമ്മൾ പ്രതികരിക്കാതിരിക്കുക, ദൈവത്തിന് മുമ്പിൽ മാത്രം സമർപ്പിക്കുക. നമ്മുടെ ക്ഷമയോളം വലുതൊന്നുമില്ല. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ അത്രയും നല്ലൊരു ഇതിന് ദൈവം നമ്മുടെ കാര്യത്തിൽ സംസാരിച്ചോളും. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ ആ അമ്മയെ അത് തന്നെ പറഞ്ഞേ, മോളെ നീ ഒന്നും പ്രതികരിക്കരുതേ, ദൈവം നിൻ്റെ കൂടെ നിന്ന് നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നോളൂന്ന് അന്ന് പറഞ്ഞോണ്ട് ആ ഒരു കാര്യവും ഞാൻ ഓർത്തിട്ടുണ്ട്. കാരണം ആരുമല്ലാത്ത ഒന്നുമല്ലാത്ത അവിടെ ഇവിടെയും കിടക്കുന്നവരൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ അത് കുഴപ്പമില്ല, അങ്ങനെ പറയുന്നവരൊക്കെ പറയട്ടെ. അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഒരു സങ്കടവും വരുത്താണ്ട് സന്തോഷമായിട്ട് തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ അമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഞാനൊരു തീരുമാനത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന പോണൊക്കെ നമ്മൾ കുഞ്ഞു സഹായങ്ങൾ ആർക്കാണെങ്കിലും ചെയ്തു കൊടുക്കുക. ഇന്നിപ്പം ഞാൻ നമ്മുടെ ഉപ്പുകറയിൽ
ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് സ്കൂളിൻ്റെ അടുത്തൊരു കുഞ്ഞി ഹോട്ടലുണ്ട്, അവിടുന്ന് ഫുഡ് വാങ്ങിക്കാൻ നോക്കിയിട്ട് അവിടെ പോയി നിന്നത് കേട്ടോ. അപ്പോൾ അത് അടച്ചിട്ടേക്കുക, വണ്ടി അവിടെ നിർത്തിയിട്ട് നോക്കിയപ്പോൾ അടച്ചിട്ടേക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഇന്നാണ് ഞാൻ ഒരു ജോസിയാറിന് നമ്മൾ പോയില്ലേ ജോസിയാറിൻ്റെ വീട്ടിൽ അരിയൊക്കെ മേടിച്ച്, ആ ജോസിയാറ് നടന്നു വരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക്. പിന്നെ ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ജോസിയാറിന് ഞാൻ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഒരു ദിവസത്തെ ഭക്ഷണം ഇന്ന് വേണ്ടാന്ന് വെച്ചേക്കാം, ആ ഒരു ഇതിനുള്ള പൈസ ആ ചേട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ഭക്ഷണത്തിനുള്ള കാശ് ഞാൻ ജോസിയാറിന് കൊടുത്തു. പിന്നെ അപ്പോൾ സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ടാകുന്നത്, നമുക്കിപ്പം ഒത്തിരി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ഒരു നേരത്തേനുള്ള ഫുഡിനോ ഒരു ചായക്കോ ഒരു ഡ്രസ്സിനോ ഒക്കെ കൊടുക്കാൻ ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. പിന്നെ രോഗി സന്ദർശനം ചെയ്യുക, മരിച്ച വീടുകളിൽ പറ്റുമെങ്കിൽ ശവസംസ്കാരം കഴിയുന്നോടം വരെ പോയി നിന്ന് കൂടാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കരുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എത്ര കണ്ട് സക്സസ് ആക്കാൻ പറ്റും, എന്നെ കൊണ്ട് അത് എവിടെ വരെ കൊണ്ട് എത്തിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് 2026 ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നേ. പിന്നല്ല നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കത്തില്ലാത്ത കാര്യങ്ങൾ എന്നാ ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷം ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചു തന്നതല്ലേ, നമുക്ക് വയസ്സൊക്കെ നമ്മുടെ ചുമ്മാ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. നമ്മൾ വേണം എന്ന് വെച്ചൊരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ മനസ്സ് വെച്ച് ദൈവത്തിനെ പേടിച്ച് ദൈവത്തോട് എപ്പോഴും താഴ്മയായിട്ട് നിന്ന് ദൈവം എനിക്കത് ചെയ്തു തരണം എന്നങ്ങനെ ആവശ്യപ്പെട്ട് സങ്കടത്തോടെ പറഞ്ഞ് എളിമയോടെ പറഞ്ഞ് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒരു കാര്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പം ഈ 2026 ആകുമ്പോഴത്തേക്കും നമുക്ക് 100K ആവട്ടെ എന്നൊക്കെയും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതേപോലൊക്കെ ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് കുഞ്ഞി തീരുമാനങ്ങൾ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടേ ചില ചേട്ടന്മാർ ഭയങ്കരമായിട്ട് കുടിക്കുമല്ലോ. ആ നമ്മുടെ എസ്റ്റേറ്റ് വീടിൻ്റെ അടുത്തൊക്കെയുള്ള ചേട്ടന്മാരൊക്കെ കുടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പറയും ഇന്ന് മുതൽ ന്യൂ ഇയർ അല്ലേ, ഞാൻ കുടിക്കത്തേ ഇല്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു ഇങ്ങനെ പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയും. പക്ഷെ അവരൊരു 3 ദിവസം കഴിയുമ്പോൾ തുടങ്ങും. അപ്പം ഞങ്ങൾ കളിയാക്കുമായിരുന്നു. അത് പറഞ്ഞോടൊക്കൊന്നും ആവാണ്ട് ഞാൻ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നടപ്പാക്കാൻ പറ്റട്ടെ, ദൈവം അതിനോടുള്ള ഒരു കൃപ തരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ. ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് നോക്കി, ഇന്നിപ്പോൾ എന്നെ റോസ്മോൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കൊരു റോസ്മോളുണ്ട്, അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയായിരുന്നു സിന്ധു അമ്മയൊന്ന് ആലോചിച്ച് നോക്കി, എവിടെയെല്ലാം എന്തൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നു, പക്ഷെ അവിടെയൊക്കെ നമ്മളെ ദൈവം മാറ്റി പിടിച്ചില്ലേ, കാവലായിട്ട് പിടിച്ചില്ല. അപ്പം അമ്മേനെ കൊണ്ട് തമ്പുരാനൊരു പദ്ധതിയും പ്ലാനും ഉണ്ടമ്മേ. അങ്ങനെ നമ്മളെ രക്ഷിച്ച് നമ്മളെ കൊണ്ടൊക്കെ ദൈവത്തിന് ഓരോ പ്ലാനും പദ്ധതിയും ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആകും അമ്മേന്ന്. ശരിയാണ് അല്ലേ? ഒരു പരിധി വരെ ഓർത്ത് നോക്കി, ഓരോ പകർച്ചവ്യാധികളായിക്കോട്ടെ, പിന്നെ പ്രകൃതിക്ഷോഭമായിക്കോട്ടെ, എന്തൊക്കെ അനർത്ഥങ്ങൾ ആയുസ്സരേണ്ട കാര്യങ്ങളും ഒക്കെ വന്നില്ലേ. പക്ഷെ ദൈവം നമ്മളെ എന്തേരം കാത്തു വരുമായിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഉണക്ക് ഇനിയുള്ള ജീവിതവും മുമ്പോട്ടേക്കും സന്തോഷമായിട്ട് എല്ലാവർക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽബട്ടനോട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചാൽ കേട്ടോ. ഇന്നത്തെ ഇൻട്രോ ഒന്നും ഞാനല്ല, ചേട്ടായി എടുത്തേക്കുന്നത് എന്നാന്ന് പറഞ്ഞിട്ട് ചേട്ടായി എടുത്ത് എന്നാണോ അതേ പോണക്കിൽ തന്നെ ഞാൻ ഇതിനകത്ത് അതങ്ങോട്ട് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും ചേട്ടാ.